അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറക്കൽ തറവാട്ടിലെ പുന്നാര മകൾ ഹാദിയയുടെ രണ്ടാം വിവാഹമാണെങ്കിലും ഹാജിയര് അതിൻ്റെ ആഘോഷങ്ങൾക്ക് ഒട്ടും തന്നെ പൊലിമ കുറച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട പുന്നാര മകൾ, അതെ, അവൾക്ക് ആദ്യ വിവാഹ ജീവിതത്തിൽ നേരിട്ട ആ ഒരു ദുരന്തം, ആ ഒരു വിഷമം, അതെല്ലാം ഇല്ലായ്മ ചെയ്യുവാനും മറക്കുവാനും അതെ വളരെയധികം അതിഗംഭീരമായ ഒരു വിവാഹ വിരുന്നാണ് നമ്മുടെ അറക്കൽ തറവാട്ടിലെ ഹാദിയുടെ ഉപ്പ ഒരുക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ആഷി ഉസ്താദ് അതാ പുതുമണവാളനായി അണിഞ്ഞൊരുങ്ങി അതാ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. വിവാഹത്തിന് വരുന്നവർക്കെല്ലാം പ്രത്യേക രീതിയിൽ നല്ല പല പല ഐറ്റംസിലുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം അവിടെ ഒരുക്കിയിരുന്നു. വെൽക്കം ഡ്രിങ്ക് ആയിട്ടും സ്വീറ്റ്സ് ആയിട്ടും അങ്ങനെ പല വെറൈറ്റി ഐറ്റംസിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അതെ നിരവധി ആളുകൾ ആ ഒരു കൊട്ടാരം സമാനമായ വീട്ടിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയും വളരെയധികം ഹാപ്പിനെസ്സോടു കൂടിയും എല്ലാവരും വിവാഹത്തിൽ പങ്കുചേരുമ്പോൾ പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഹാദിയ മോളുടെ ആദ്യത്തെ വിവാഹത്തിനേക്കാൾ ഉഷാറാണല്ലേ ഇപ്രാവശ്യത്തത്? അതെ, വളരെയധികം, അതിനേക്കാൾ 3 ഇരട്ടിയിലധികം ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട്. നല്ല വലിയ ഓഡിറ്റോറിയവും തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിവിധ വെറൈറ്റി കളേഴ്സിലുള്ള സ്വീറ്റ്സ് ഐറ്റംസുകളും ഐസ്ക്രീംസ് ആൻഡ് പുഡിങ്ങിൻ്റെ വിവിധ വെറൈറ്റി കളേഴ്സിലുള്ള കളക്ഷൻസും അവിടെ അവൈലബിൾ ആയിരുന്നു. എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ആ സന്തോഷകരമായ കല്യാണത്തിനക്ക് ആ മധുരം നുണഞ്ഞുകൊണ്ടേയിരുന്നു. വളരെയധികം രുചികരമായ പായസവും പുഡിങ്ങും ഐസ്ക്രീംസും ജ്യൂസും അതുപോലെ സ്വീറ്റ് ഐറ്റംസും അവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആയിരുന്നു. എല്ലാ VVIPകളെയും വിവാഹത്തിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. നമ്മുടെ ആഷി ഉസ്താദ് പുതുമണവാളനായി വരുമ്പോൾ തന്നെ കാണാൻ വല്ലാത്തൊരു ലുക്ക്. എന്നാൽ നമ്മുടെ സഫീറിനോട് പറയുന്നു: സഫീർ, നിനക്ക് നിൻ്റെ പ്രിയപ്പെട്ടവൾ, അതായത് അതെ നമ്മുടെ റിസ്വാൻ വക്കീൽ നൽകിയ ആ ഡ്രസ്സ് തന്നെ നീ ധരിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ സഫീർ, അതെ, എൻ്റെ പ്രാണേശ്വരി പറഞ്ഞ അതുമാത്രമേ ഞാൻ ധരിക്കുകയുള്ളൂ എന്നത് അവൻ്റെയും ഒരു ആവശ്യം തന്നെയായിരുന്നു. ശരിക്കും തൻ്റെ പ്രിയപ്പെട്ട റിസ്വാൻ വക്കീൽ അവൾ പറയുന്നതെന്തും ചെയ്യാൻ അല്ലെങ്കിൽ അതനുസരിക്കാൻ അവനങ്ങ് തോന്നുകയായിരുന്നു. അവൾ എൻ്റെതല്ലേ, അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷേ ജീവിതത്തിൽ ഒന്നാവാൻ കഴിയുന്നില്ലല്ലോ. ആ ഒരു വിഷമം മാത്രമായിരുന്നു അവർക്ക്. എന്നാൽ ആ വിവാഹ പന്തലുകളിൽ അവർ രണ്ടുപേരും അതാ ഒരുമിക്കുകയാണ്. നമ്മുടെ ആഷി ഉസ്താദും ഹാദിയയും വിവാഹിതരാകാൻ പോകുമ്പോഴും നമ്മുടെ സഫീറിൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ട റിസ്വാൻ വക്കീലിൻ്റെയും മനസ്സിൽ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതവർ മറച്ചു വെച്ചു. എങ്കിലും നമ്മുടെ ഹാദിയുടെ വിവാഹത്തിന് വേണ്ടി എല്ലാവരും സജീവമായി തന്നെ വന്നു. അതെ, വിവിധ വെറൈറ്റി ഐറ്റംസിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ അപ്പോഴും വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡ് ഐറ്റംസുകളാണ് അവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. മന്തിയും ബിരിയാണിയും അതുപോലെ സദ്യയും അൽഫാമും അതുപോലെ ബീഫ്, മട്ടൻ, ഫിഷ്, വെജിറ്റബിൾ, അങ്ങനെ വിവിധ വെറൈറ്റി ഐറ്റംസിലുള്ള ഒരുപാട് കളക്ഷൻസ് അടങ്ങിയ ഫുഡായിരുന്നു അവിടെ സെറ്റാക്കിയിരുന്നത്. തൻ്റെ പൊന്നുമോളുടെ വിവാഹത്തിന് വരുന്നവർക്ക് യാതൊരു മോശവും വരുത്തരുത് എന്നതായിരുന്നു നമ്മുടെ ഹാദിയുടെ ഉപ്പയുടെ ആഗ്രഹം. എല്ലാവരും വേദിയിലേക്ക് അതാ എത്തിത്തുടങ്ങി. എല്ലാവർക്കും വളരെയധികം സന്തോഷകരമായിരുന്നു ആ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ആ പൊന്നുമോളുടെ ദയനീയ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് ശരിക്കും വീൽ ചെയറിൽ ഇരിക്കുന്ന ആ ഒരു കുട്ടിയെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിൻ്റെ ഉള്ളിൽ ഒത്തിരി സങ്കടമുണ്ടായിരുന്നു. എങ്കിലും അവളുടെ തൊട്ടടുത്തായിട്ട് ഒരു പെൺകുട്ടി അവളുടെ അതേ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതായിട്ടും കണ്ടു. അത് നമ്മുടെ റിസ്വാൻ വക്കീലായിരുന്നു. ശരിക്കും അതാ അവളെ വീൽ ചെയറിൽ നിന്ന് തള്ളിക്കൊണ്ടു പോകുന്നതും എല്ലാം അവളാണ്. ശരിക്കും നമ്മുടെ റിസ്വാൻ വക്കീൽ അവളുടെ കാര്യങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നാൽ ആ കാഴ്ച കണ്ടപ്പോൾ ആ ഉപ്പാക്കും വല്ലാത്ത സങ്കടം വന്നു. എന്നാൽ ഈ സമയം റിസ്വാൻ വക്കീലിൻ്റെ പിതാവ് ഉമ്മയും സംസാരിച്ചു: അതെ, പിന്നെയുണ്ടല്ലോ നമ്മുടെ മോള് അല്ലേ, സാരല്ല, ഇൻഷാ അല്ലാ നല്ലത് നമ്മളെ കുട്ടിക്ക് കിട്ടട്ടെ, ആ ഉമ്മയും വിചാരിക്കുന്നു. എന്നാൽ ഈ സമയം അതാ
നിക്കാഹിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. എല്ലാവരും സ്റ്റേജിലേക്ക് എത്തി തുടങ്ങി. വളരെയധികം മനോഹരമായി അലങ്കരിച്ച ആ ഒരു സ്റ്റേജകം നമ്മുടെ ആഷി ഉസ്താദ് മണവാളനായി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോനെ, ഉമ്മാൻ്റെ കുട്ടിനെ അള്ളാഹു നന്നാക്കട്ടെ. അതെ, ഐഷക്കും വല്ലാത്ത സങ്കടമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്ക പുതിയാപ്പിൾ ഇറങ്ങുന്നത് കാണുമ്പോൾ വല്ലാതെ ഹൃദയം പൊട്ടിപ്പോയി. അങ്ങനെ എല്ലാവരും കൂടി അതാ ഓഡിറ്റോറിയത്തിൽ എത്തി നിക്കാഹിൻ്റെ സദസ്സിലേക്ക് എത്തി തുടങ്ങി. എല്ലാ രീതിയിലുള്ള ക്യാമറയും സെറ്റപ്പും കാര്യങ്ങളും ഡ്രോണും എല്ലാം അതാ അറക്കൽ തറവാട്ടിലെ വകയായിട്ട് ഉണ്ടായിരുന്നു. ഒന്നിനും ഒട്ടും മോശം വരരുത് എന്നതായിരുന്നു ആഗ്രഹം. വിവാഹം അതിഗംഭീരമായി തന്നെ നടക്കണം എന്നതും അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. വളരെയധികം സന്തോഷത്തോടു കൂടി എല്ലാവരും വിവാഹകർമ്മത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തി തുടങ്ങി. നിക്കാഹിനുള്ള സമയമായി ഖാലി അതാ സ്റ്റേജിലേക്ക് വന്നു. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ആഷി ഉസ്താദിൻ്റെ നിക്കാഹ് അതാ അവിടെ നടക്കുകയാണ്. ഹാദിയുടെ പിതാവിൻ്റെ കൈ പിടിച്ചു കൊണ്ട് അവർ നിക്കാഹ് കർമ്മത്തിലേക്ക് കടന്നു. മാഷാ അല്ലാഹ്, അതെ, എൻ്റെ പ്രിയപ്പെട്ട മകൾ ഹാദിയയെ ആഷിഖ് എന്ന വരന് വധുവായി ഇണയാക്കി തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിക്കാഹ് കർമ്മം അതാ ചെയ്തു. ഒരു നിമിഷം ആഷി ഉസ്താദിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീറുറ്റി വീണു. അതെ, ഹാദിയയുടെയും. ശരിക്കും അതെ, അവളിന്ന് ആഗ്രഹിച്ച തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഭാര്യയായിരിക്കുകയാണ്. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾക്കത് വല്ലാത്തൊരു സന്തോഷമായി. നിക്കാഹ് കഴിഞ്ഞു, അതെ, മഹറണിയണം. എന്നാൽ അതിനു മുമ്പായിട്ട് നമ്മുടെ ആഷി ഉസ്താദിൻ്റെ അമ്മോഷനായ ഹാദിയുടെ ഉപ്പ നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു ഖാലിയോട്, ഒരു നിക്കാഹ് കർമ്മം കൂടി ഉണ്ട്. പെട്ടെന്ന് അത് ഖാലിയുടെ ചെവിയിൽ അത് പറഞ്ഞപ്പോൾ ഖാലി, പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ ഒരു നിക്കാഹ് കർമ്മം കൂടി നടത്തുവാനുണ്ട്, എല്ലാവരും നിശബ്ദരായിരിക്കണം. ആ നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടിത്തെരിച്ചു. ഒരു നിക്കാഹ് കൂടോ? അതിപ്പോൾ ആരുടേതായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു നിമിഷം ഇനി വേറെ ആരുടെങ്കിലും ആയിരിക്കും എന്നും കരുതി. എന്നാൽ അടുത്ത ഒരു അനൗൺസ്മെൻറ്റ് വന്നു. അതെ, ഇനി അടുത്തതായിട്ട് നിക്കാഹ് ചെയ്യാൻ പോകുന്ന വരൻ സഫീർ. ഒരു നിമിഷം സഫീർ ഞെട്ടിത്തെറിച്ചു. അല്ലാ, മാറിയോ പേര്? അത് വേറെ സഫീറാണോ? അവൻ അറിയാത്ത രീതിയിൽ ഒന്ന് മിഴിച്ചു നോക്കി. ശരിക്കും ആഷി ഉസ്താദ് അവനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. സഫീർ, ഇങ്ങോട്ട് വാ. എന്നാൽ ആ പിതാവും ഒരു നിമിഷം ഒന്ന് ഞെട്ടി. അതെ, നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ പിതാവിന് ആഷി ഉസ്താദ് കുറച്ച് ഇൻഫർമേഷൻ കൊടുത്തത് കൊണ്ട് തന്നെ, ഹാദിയുടെ പിതാവും അവരും സംസാരിച്ചത് കൊണ്ട് തന്നെ അവർ അത്ര വലിയ ഞെട്ടലുണ്ടായില്ല. എന്നാൽ ഉമ്മ ശരിക്കും ഞെട്ടി. റിസ്വാന വക്കീൽ അതിലേറെ. സഫീർ എന്ന പേരുള്ള പഠിച്ചോനെ, മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ആഗ്രഹിച്ചു പോയി ഒരു നിമിഷം. എന്നാൽ ആ നിമിഷം തന്നെ അതാ റിസ്വാന വക്കീലിൻ്റെ പിതാവിനോടും പറയുന്നു, ഇങ്ങോട്ട് വന്നിരിക്കൂ. ശരിക്കും അത്ഭുതപ്പെട്ടു. അതാ ആ സദസ്സിൽ റിസ്വാന വക്കീലിൻ്റെ പിതാവിരിക്കുന്നു. സഫീർ വിട്ടൊഴിഞ്ഞു നിൽക്കുക തന്നെയാണ്. എന്നാൽ ആഷി ഉസ്താദ് എഴുന്നേറ്റു. അവൻ്റെ കൈ പിടിച്ചുകൊണ്ട്, വരൂ സഫീർ. ആഷി, എന്താ ഇത്? അതെ, നിന്നെ മറ്റൊരു പെണ്ണുമായി നിക്കാഹ് കഴിപ്പിക്കുകയാണ്. എന്താ? ആഷി, ഇങ്ങോട്ട് വാ മോനെ. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. ആഷി, എന്താ ഇത്? അതൊക്കെയുണ്ട്. എന്നാൽ അതാ നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ പിതാവിൻ്റെ മുമ്പിലേക്കാണ് കൊണ്ടുപോയത് നമ്മുടെ സഫീറിനെ. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. ആ മുഖം കണ്ടപ്പോൾ, ആഷി, ഇത്? അതെ, എൻ്റെയും നിൻ്റെയും നിക്കാഹാണെന്ന് ഇവിടെ നടക്കുന്നത്. സത്യമായിട്ടും ഇതായിരുന്നു പ്ലാനിങ്. എന്നാൽ അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മനസ്സുകളെയും എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു പോയ നിമിഷങ്ങൾ. എന്നാൽ റബ്ബേ, എന്ത് സംഭവിക്കുന്നത് അറിയുന്നില്ല. എന്നാൽ പൊന്നു മോനെ, ഇന്ന് മോൻ്റെ കൂടി നിക്കാഹാണ്. എൻ്റെ മകളെ നിനക്ക് വേണ്ടിയിട്ട് ഇന്ന് തന്നെ ഞാൻ നിക്കാഹ് കഴിപ്പിച്ച് തരികയാണ്. ശരിക്കും ആ പിതാവിൻ്റെ വാക്കുകൾ കേട്ട സഫീർ ഞെട്ടിത്തെറിച്ചു പോയി. ഉപ്പ,
അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ അപ്പോഴേക്കും ഖാലി പറഞ്ഞു, തുടങ്ങല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഖബിൽത്തു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അതെ, എൻ്റെ മകൾ ഫാത്തിമ റിസ്വാനയെ ഞാൻ സഫീറിനെ ഭാര്യയാക്കി ഇണയാക്കി തരുന്നു എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോൾ ശരിക്കും കണ്ണുകൾ നിറഞ്ഞൊഴുകി സഫീറിൻ്റെ. അവൻക്ക് ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും ഏർപ്പെടാനായില്ല. എന്നാൽ നമ്മുടെ റിസ്വാൻ വക്കീൽ ഹാദിയുമായി നിക്കാഹ് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ റൂമിലേക്ക് പോയിരുന്നു. കാരണം മഹർ ചാർത്താൻ വരുമ്പോൾ ഒന്നുകൂടി മേക്കപ്പൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം, ഒന്ന് വൃത്തിയായി ഷാളൊക്കെ റെഡിയാക്കി കൊടുക്കാം എന്ന് കരുതിയിട്ടായിരുന്നു പോയത്. അവൾ ഒരിക്കലും അതറിഞ്ഞില്ല. സത്യമായിട്ടും ആരും അവളോട് പറഞ്ഞതുമില്ല. അത് തികച്ചും സർപ്രൈസ് ആയിരുന്നു. എന്നാൽ അതാ നമ്മുടെ സഫീറിൻ്റെ നിക്കാഹും ആ സദസ്സിൽ വെച്ച് നടക്കുകയാണ്. തൻ്റെ പൊന്നുമക്കൾക്കൊരു സർപ്രൈസ്. അതിനുവേണ്ടി ആ പിതാവ് വിളിച്ചു മകളെ, മോളെ. ആ ഉപ്പ, ഞാനിവിടെ ഹാദിയുടെ അടുക്കൽ, മോൾ ഒന്നിങ്ങ് വരുമോ? എൻ്റെ മോള് ഒന്ന് സെറ്റാവുമോ? ഉപ്പ, അതെന്തിനാ? ഹാദിയ ഓക്കെ ആയിട്ടുണ്ട്, ഞാനെന്തിനാ ഉപ്പ സെറ്റാകുന്നത്? മോൾ വാ, ഏതായാലും നല്ല മണവാട്ടിയുടെ ഡ്രസ്സൊക്കെ ധരിച്ചതല്ലേ. എൻ്റെ പൊന്നുപ്പ, എല്ലാവരും എന്നെ മണവാട്ടിന്ന് വിചാരിച്ച് വരുന്നുണ്ട് ഉപ്പ. അത് ഉപ്പ പറഞ്ഞത് എന്തിനാ അങ്ങനെ? അത് ഉപ്പയുടെ ആഗ്രഹമായിരുന്നു. അത് ഹാദിയ മണവാട്ടിയായി നിൽക്കുന്ന സമയത്ത്, അതെ, എൻ്റെ പൊന്നുമോളും അതേ സ്ഥാനത്ത് നിൽക്കണം എനിക്കൊരു ആഗ്രഹമായിരുന്നു ഉപ്പ. അതൊക്കെ നിക്കാഹ് നടക്കുമ്പോഴല്ലേ. മോളെ, എങ്കിൽ വാ, നിനക്കും ഒരു സർപ്രൈസ് ഉണ്ട്. ശരിക്കും ഒന്ന് ഫ്രഷ് ആയിക്കോട്ടോ. അങ്ങനെ അതാ ഒന്ന് രണ്ട് ബ്യൂട്ടീഷ്യന്മാർ അങ്ങോട്ട് കടന്നു വരുന്നു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ. എവിടെ റിസ്വാൻ വക്കീൽ എന്ന് മണവാട്ടിയതാ? അല്ല, ഇവളാണ് കേട്ടോ മണവാട്ടിയത, ഹാദിയ. അവളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു, ആ അവൾക്ക് ഞാൻ, നിനക്ക് ഇവളും. ശരിക്കും ഞെട്ടിപ്പിക്കുന്നത്, അത് എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല, നിങ്ങളോട് ഒരുങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അതാ രണ്ടുപേരെയും പുതുമണവാട്ടികളായി നല്ല രീതിയിൽ അണിയിച്ചൊരുക്കുന്നു. ഒരാൾ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടും ഒരാൾ നിന്നുകൊണ്ടും. ശരിക്കും നമ്മുടെ റിസ്വാൻ വക്കീൽ ഞെട്ടുകയാണ്. എനിക്കത്ര മതി, ഹാദ്യം ഒരുക്കൂ. അല്ല, നിങ്ങളെയും ഒരുക്കണം. രണ്ടുപേരെയും ഒരുപോലെ ഒരുക്കി. അങ്ങനെ അതാ ആ വിവാഹത്തിൻ്റെ ആ സദസ്സിലേക്ക്, ആ സ്റ്റേജിലേക്ക് രണ്ടുപേരെയും കൊണ്ടുപോകുന്നു. എന്നാൽ ഫാത്തിമ റിസ്വാന് പറഞ്ഞു, അതെ, ഞാൻ മണവാട്ടിയൊന്നുമല്ല. അങ്ങനെയല്ലല്ലോ കേട്ടത്, നിങ്ങളുടെ വിവാഹവും നടത്തിയല്ലോ അതിനിടക്ക്. എന്നാൽ ഒരു നിമിഷം റിസ്വാൻ വക്കീൽ ഞെട്ടി. ഉമ്മ, ഉപ്പ, അത് അവർ പറഞ്ഞിരുന്നു മറ്റൊരാളുമായി നിക്കാഹ് നടത്തും എന്നുള്ളത്. ആ നിമിഷം അവളുടെ ഹൃദയം പൊട്ടിപ്പോയി. ഉപ്പ, ഉമ്മ എന്നോട് ചോദിക്കാതെ ഇങ്ങനെ ചെയ്തത് ശരിയാണോ? എന്നാൽ ഒരു നിമിഷം അവൾ എല്ലാം ക്ഷമിച്ചു, മുഖത്ത് പുഞ്ചിരി വരുത്തി. കാരണം വിവാഹം നടത്തിയത് എൻ്റെ ഉമ്മയും ഉപ്പയുമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഇതിനെതിരെ പ്രവർത്തിക്കില്ല ഞാൻ. എൻ്റെ ഉപ്പയും ഉമ്മയും ഹൈറല്ലാത്ത ഒന്നും എനിക്ക് കണ്ടെത്തില്ല. അതുകൊണ്ട് മണവാളൻ ആരാണെന്ന് അറിയുക പോലും ചെയ്യാതെ നമ്മുടെ പ്രിയപ്പെട്ട റിസ്വാൻ വക്കീൽ അതിന് സമ്മതം മൂളുകയായിരുന്നു. കാരണം അവൾക്കറിയാം നല്ലതല്ലാത്തതൊന്നും എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എനിക്ക് സമ്മാനിക്കില്ല എന്ന്. എന്തായാലും വേണ്ടിയില്ല, ഇന്നല്ലെങ്കിൽ നാളെ വിവാഹം വേണമല്ലോ. എൻ്റെ ഉപ്പ ഒരിക്കലും എനിക്ക് മോശമായത് തിരഞ്ഞെടുക്കില്ല, അവൾക്ക് ഉറപ്പായി. അങ്ങനെ സ്റ്റേജിലേക്ക് അതാ വീൽ ചെയറിൽ ഹാദിയെയും നമ്മുടെ പ്രിയപ്പെട്ട റിസ്വാൻ വക്കീലും അതാ കയറി ചെന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വല്ലാത്തൊരു എൻട്രി ആയിരുന്നു അങ്ങോട്ട് വന്നത്. മണവാട്ടികൾ വരുന്നതിന് പകരമായിട്ട് മണവാളന്മാരാണ് ഇന്ന് വളരെയധികം മനോഹരമായ രീതിയിലൂടെ ആ സ്റ്റെപ്പുകൾ കയറി വരുന്നത്. ശരിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതാ ആഷി ഉസ്താദും സഫീറും മണവാളന്മാർ അങ്ങോട്ട് കയറി വരികയാണ്. എന്നാൽ നമ്മുടെ റിസ്വാൻ വക്കീലിനെ അങ്ങോട്ട് നോക്കുവാനേ തോന്നിയില്ല. ശരിയാണ്, എൻ്റെ ഉമ്മയും ഉപ്പയും കണ്ടുപിടിച്ചതാണ്, ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിക്കാതെ ഇത്രയും പെട്ടെന്ന് എൻ്റെ ഉപ്പ അതിനായിരിക്കും എന്നോട് ഈ പുതുവസ്ത്രമെല്ലാം അണിയാൻ പറഞ്ഞതും എന്നെ മേക്കപ്പിന് വേണ്ടി പറഞ്ഞയച്ചതും. റബ്ബേ, എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ. അവൾ കണ്ണുകൾ താഴ്ത്തി. അതെ, അവൾക്കിപ്പോൾ ഹാദിയെ പോലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അവളുടെ ജീവിതത്തിലേക്കും ഒരു പുരുഷൻ കടന്നു വരുന്നു എന്നുള്ള ആ ഒരു
ന്യൂസ് കിട്ടിയതോടെ അവളുടെ മനസ്സിലെ സന്തോഷമെല്ലാം അങ്ങ് പോയിരുന്നു. സാരമില്ല, പിതാവിന് വേണ്ടിയിട്ടും മാതാവിന് വേണ്ടിയിട്ടും അല്ലേ, സാരമില്ല, അവൾ അതെല്ലാം ആശ്വസിച്ചു. എന്നാൽ അതാ ശരിക്കും മണവാളന്മാർ വരുന്ന ആ ഒരു എൻട്രിയുടെ സമയമാണ്. രണ്ടുപേരും അതിമനോഹരമായ ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് കന്തൂറയണിഞ്ഞുകൊണ്ട് അവരതാ ഒരു അറബിക് ലുക്കിലാണ് മണവാളന്മാരായി കടന്നു വരുന്നത്. ഒരു നിമിഷം അതാ റിസ്വാന വക്കീൽ അയാളുടെ അവരുടെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ധൈര്യം വന്നില്ല. എന്നാൽ ഹാദിയ അവളെ തട്ടിക്കൊണ്ടേയിരുന്നു. റിസ്വാന, റിസ്വാന, ഒന്നങ്ങോട്ട് നോക്ക്, ഒന്ന് നോക്കിക്കേ. സ്നേഹത്തോടെ അവൾ പറയുമ്പോൾ അത് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി പറയുന്നതല്ലേ എന്ന് കരുതിയിട്ട് അവൾ അറിയാതെ ഒന്ന് നോക്കി. ശരിക്കും ആ നോട്ടം അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. മാഷാ അല്ലാ, ഞാനെന്തേ കാണുന്നത്? അത് തൻ്റെ പ്രിയപ്പെട്ട സഫീറത പുതുമണവാളനായി തൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ നിക്കാഹ് കഴിച്ചത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു നിമിഷങ്ങൾ. അങ്ങനെയതാ അവർ അവിടേക്ക് കയറി വന്നപ്പോൾ അവൾ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയി. അതേ പുതുമണവാളനായി തൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് തൻ്റെ പ്രിയപ്പെട്ട സഫീറാണ് എന്നറിഞ്ഞപ്പോൾ അവൾ നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെ അതാ നമ്മുടെ സഫീർ കയറി വന്ന് സ്റ്റേജിലെത്തിയപ്പോഴേക്കും അവൻ്റെ നെഞ്ചിലേക്ക് അവൾ അങ്ങ് വീഴുകയായിരുന്നു. സഫീർ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അവളുടെ മുഖമുയർത്തി അവൻ നോക്കിയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തിനാ എന്നെ ഇങ്ങനെ സർപ്രൈസ് തന്നത്? എനിക്ക് സർപ്രൈസ് തന്നത് ഞാനല്ല മോളെ, അതെ നമ്മുടെ മാതാപിതാക്കളും ആഷിയും അവരുടെ ഒപ്പയൊക്കെയാണ്, വേറെ ആരുമല്ല മോളെ. ശരിക്കും അതാ പ്രിയപ്പെട്ടവൻ്റെ നെഞ്ചിലേക്ക് ഫാത്തിമ റിസ്വാന പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീഴുന്നു. കരയല്ലേ, ആളുകൾ നോക്കുന്നു. ശരിക്കും അവരുടെ ആ ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള ആ ഒരു വിവാഹം എല്ലാവരും നോക്കി നിന്നു. എന്നാൽ അതിനിടയിൽ നമ്മുടെ ആഷി ഉസ്താദും കയറി വന്ന് തൻ്റെ പ്രിയപ്പെട്ടവളുടെ കൈ പിടിച്ച് ചുംബിച്ചിരുന്നു. അതെ, അവളുടെ തൊട്ടടുത്തിരുന്ന് കുശലാന്വേഷണങ്ങൾ പറയുന്നു. ശരിക്കും ആ ഒരു സ്റ്റേജിൽ നടക്കുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അതെ, നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ പിതാവും ഉമ്മയും പൊട്ടിക്കരഞ്ഞു പോയി. ഹിക്ക, എന്നാലും നമ്മളെ മോളെത്ര നിങ്ങളെ സന്തോഷിപ്പിച്ചോ? അതേടി, അതൊക്കെ ആഷി ഉസ്താദിൻ്റെയും ഹാദിയുടെ ഉപ്പയുടെയൊക്കെ പ്ലാനിങ് ആയിരുന്നു. എന്നോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു, പക്ഷേ എനിക്കൊന്നും ഒരു ഉറപ്പില്ലായിരുന്നു സത്യമായിട്ടും. ഇക്ക, ഏതായാലും അപ്പോൾ സഫീറിന് അതിനെക്കുറിച്ച് നമ്മളിനി ചിന്തിക്കണ്ട. എൻ്റെ മകളെ അവനക്ക് വേണ്ടി ഞാൻ നിക്കാഹ് ചെയ്തു കൊടുത്തു. ഇനി അവർ ഒരുമിച്ച് ജീവിക്കട്ടെ, അവർ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. എല്ലാവരും അവർക്ക് മംഗളാശംസകൾ നേർന്നു. വളരെയധികം മനോഹരമായ ഒരു നിക്കാഹ് കല്യാണകർമ്മം അവിടെ അതാ നടന്നു. എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ആ ഒരു കാഴ്ചകൾ കണ്ട് രസിച്ചു. എല്ലാവരും വളരെയധികം ഹാപ്പിയായി. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അത് വലിയൊരു സർപ്രൈസുമായി. ശരിക്കും നമ്മുടെ സഫീർ പുതിയാപ്പിളയാകുന്ന ആ സമയത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട റിസ്വാന വക്കീലിൻ്റെ കുടുംബങ്ങളെയെല്ലാം നമ്മുടെ ഹാദിയുടെ പിതാവ് തന്നെ ക്ഷണിച്ചിരുന്നു. ശരിക്കും അവരെല്ലാം വന്നപ്പോഴും അത്ഭുതപ്പെട്ടിരുന്നു. എന്നാൽ എല്ലാവരും കൂടുന്ന വലിയൊരു നിക്കാഹായി മാറിയത്. വളരെയധികം സന്തോഷത്തോടു കൂടെ എല്ലാവരും അതിൽ പങ്കെടുത്തു. സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഹാപ്പിനെസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും പടച്ച റബ്ബിനെ സ്തുതിക്കുന്ന നിമിഷങ്ങൾ. നമ്മുടെ റിസ്വാന വക്കീലും നമ്മുടെ സഫീറും അൽഹംദുലില്ലാ വിവാഹിതരായി. ആഷി ഉസ്താദും ഹാദിയയും അവർ ആഗ്രഹിച്ച പോലുള്ള വിവാഹത്തിലേക്കും കടന്നു. അൽഹംദുലില്ലാ, സന്തോഷത്തോടു കൂടെ ആ ഒരു വിവാഹപ്പന്തൽ വളരെയധികം റാഹത്തോടു കൂടി അതിന് സാക്ഷിയായി. ലക്ഷങ്ങളും അതിന് സാക്ഷിയായി. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം, പുഞ്ചിരി. കാരണം 2 യുവമിഥുനങ്ങളാണ് ഇന്ന് ഒരുമിച്ചിരിക്കുന്നത്. എല്ലാവരും അവർക്ക് വേണ്ടി മംഗളാശംസകൾ നേർന്നുകൊണ്ടിരിക്കുന്നു.
ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ ഒരു മംഗല്യഭാഗ്യത്തിൽ നമ്മുടെ റിസ്വാൻ വക്കീലും സഫീറും അതാ ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു.